രേണുക, തീർച്ചയായും കയർ അർജുന്റെ വാഹനത്തിന്റെയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിനിടയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി എത്തുന്നത് രേണുക, ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഒരു ഭാരമേറിയ വസ്തു ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അത് ഈ നേവിയും അതുപോലെ തന്നെ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം ആ സാധനം കെട്ടിവലിച്ചുകൊണ്ട് കരയിലേക്ക് കൊണ്ടുവരുന്ന ദൃശ്യം നമുക്കിപ്പോൾ കാണാം. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് അത് വരുന്നത്. ഏതായാലും സതീഷ് MLA ഉൾപ്പെടെ ആ സ്ഥലത്തേക്ക് അതിന് സമീപത്തേക്ക് പോയിട്ടുണ്ട്. അത് കരയിലേക്ക് കയറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത്. പക്ഷേ അത് എന്ത് വസ്തു എന്ന കാര്യത്തിൽ നമുക്കൊരു സ്ഥിരീകരണം വന്നിട്ടില്ല. ഏതായാലും കരയിലേക്ക് അത് കയറ്റും. വലിയ ഒരു വാഹനം, അത് കുറച്ച് സമയമെടുത്താണ് ഇവർ ആ വാഹനം ഇത്തരത്തിൽ കയറ് കെട്ടി കൊണ്ടുവരുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിവരം AK അഷ്റഫ് നമുക്ക് പങ്കുവെക്കും. അഷ്റഫെ, നമുക്കിപ്പോൾ ഈ ഗോവയിൽ നിന്നുള്ള യന്ത്രം കൊണ്ടുവരാൻ തീരുമാനമായിരിക്കുന്നു. എന്താണ് അത് സംബന്ധിച്ചുള്ള ഒരു വിവരം? ഞങ്ങളിപ്പോ ഈ നമ്മുടെ അങ്കോള ഐവിയിൽ ഇവിടുത്തെ MLA സതീഷ് കൃഷ്ണയിൽ, ജില്ലാ കളക്ടർ, SP, കാർവാർ ഫോർട്ടിലെ ഡയറക്ടർ ക്യാപ്റ്റൻ സ്വാമി അടക്കമുള്ള ആളുകളുടെ ഒരു മീറ്റിംഗ് ചേർന്നിരുന്നു. ഒരു 2 മണിക്കൂർ വരെ ആ മീറ്റിംഗ് നടന്നു. ഞാനതിൽ പങ്കെടുത്ത ഒരാളാണ്. അപ്പോൾ അവിടെ ഈശ്വർ മൽപ്പയെ വിളിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ഡൈവ് ചെയ്തുള്ള ഇന്നത്തെ റിസൾട്ട് അവലോകനം നടത്തി. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഒരു കാരണവശാലും എത്ര ദിവസം ഡൈവ് ചെയ്തിട്ടും കാര്യമില്ല. കാരണം ഈ നമ്മുടെ കരയിൽ നിൽക്കുന്നത് പോലെയുള്ള ഉറപ്പുള്ള മണ്ണാണ് കിട്ടുന്നത്, മരങ്ങള്, വലിയ വലിയ കല്ലുകൾ. അപ്പോൾ ഇത് മാറ്റിയെടുക്കണമെങ്കിൽ നിർബന്ധമായും നിങ്ങളൊരു ഡ്രഡ്ജിങ് മെഷീൻ എത്തിക്കുന്ന കാര്യം ആലോചിക്കണം എന്നാണ് അദ്ദേഹം വെച്ചൊരാശയം. അതിനേക്കാളും നേരത്തെ തന്നെ നമ്മൾ ചർച്ച ചെയ്തൊരു കാര്യമാണ് ഗോവയിൽ, ഇന്ത്യയിൽ വളരെ അപൂർവമായിട്ടുള്ള ഗോവയിലെ ഒരു ബാർജ് നിറയുന്ന ഒരു മിഷൻ. അതൊരു ഇറ്റാച്ച് പോലെയുള്ള ഒരു സാധനമാണ്. അത് 18 മീറ്റർ വരെ ആഴത്തിൽ നിന്ന് കല്ലുകളും മണ്ണുകളും എടുക്കാൻ കഴിയുന്ന ഒരു മിഷൻ. അതിന്റെ ചർച്ച വന്നു, അതിന്റെ ടീം വന്ന് അവരുമായി ചർച്ച നടത്തിയപ്പോൾ 50 ലക്ഷം രൂപ വരെ അത് എത്തിക്കാൻ വേണ്ടിയിട്ട് ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ് 20 lakhs വിൽ കം, 30 lakhs മറ്റുള്ള കാര്യങ്ങൾ വരും. 50 ലക്ഷം ജില്ലാ ഭരണകൂടം അത് ഏറ്റെടുത്തു. അവർ ചർച്ച ചെയ്തു, കൊട്ടേഷനും കാര്യം റെഡിയാക്കി, അതിന്റെ അക്കൗണ്ട് സംവിധാനം ഉണ്ടാക്കി, അഡ്വാൻസ് നൽകി. അപ്പോൾ എപ്പോൾ എത്തിക്കുമെന്ന് നോക്കുമ്പോൾ അവർ പറഞ്ഞു 10 days വരെ വേണമെന്ന് പറഞ്ഞ്, പറ്റില്ല എന്ന് പറഞ്ഞു. 7 ദിവസം ചോദിച്ചു. അവസാനം മൺഡേയോടുകൂടി ആ ഡ്രഡ്ജിങ് മിഷൻ ഇവിടെ എത്തിച്ചാൽ വളരെ വേഗതയിൽ ആ ഡ്രഡ്ജിങ് മിഷന് ഫുൾ സപ്പോർട്ട് നേവിയും SDRFും NDRFും പ്രാദേശിക മുങ്ങൽ വിദഗ്ധരെയും കൊടുക്കും. അങ്ങനെ ഒരു സംവിധാനത്തോടു കൂടി ഈ ലോറി ലൊക്കേറ്റ് ചെയ്ത സ്ഥലത്ത് അർജുൻ അടക്കമുള്ള നമ്മുടെ ഭാരത് ബെൻസ് കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിന്റെ തീരുമാനമാണ് അവസാനമായി ഇന്ന് എടുത്തിട്ടുള്ളത്. അത് ഏതായാലും വളരെ പോസിറ്റീവാണ്. കാരണം മുങ്ങൽ വിദഗ്ധരുമായി ഞാനും സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ അവർ പറയുന്നൊരു കാര്യം, എത്ര മുങ്ങിയാലും ഇത് ചെറിയൊരു കയറ് കിട്ടുന്നുണ്ട്, ചെറിയ ചെറിയ സാധനങ്ങൾ കിട്ടുന്നു എന്നല്ലാതെ ഈ ഒരു നമ്മുടെ ഭാരത് ബെൻസ് കണ്ടെത്തിയാലും ഒരു പ്രശ്നമുണ്ട്. പെട്ടെന്ന് കണ്ടെത്തിയാലും മുങ്ങൽ വിദഗ്ധർക്കൊന്നും അത് വലിച്ചു പൊക്കിയെടുക്കാൻ കഴിയില്ല. ആ ഒരു ഉദ്ദേശം കൂടി വെച്ചുകൊണ്ടാണ് ഈ ബാർജ് നിറയുന്ന ഡ്രഡ്ജിങ് മിഷൻ എത്തിക്കാനുള്ള ശ്രമം നടത്തിയതും തീരുമാനമെടുത്തതും. ആ തീരുമാനമെടുത്തതിന്റെ ഔദ്യോഗിക ഡീറ്റെയിൽസ് നിങ്ങളുമായി ഇന്നത്തെ തെരച്ചിൽ അവസാനിക്കുമ്പോൾ ജില്ലാ കളക്ടറും SP നിങ്ങളുമായി പങ്കുവെക്കുമെന്നാണ് മീറ്റിംഗിലെടുത്തൊരു തീരുമാനം. അപ്പോൾ തിരച്ചിൽ ആ ദിവസം വരെ, അതായത് തിങ്കളാഴ്ചയാണ് ഇതെത്തുക. ഈ മുങ്ങൽ വിദഗ്ധരുടെ തിരച്ചിൽ ഇനി തുടരുമോ? ഇവ നാളെ ഒരു ദിവസം അവരെന്തായാലും നേവി മറ്റുള്ള ആളുകളും ഈ ഇൻഡിപെൻഡൻസ് ഡേയുടെ ഭാഗമായിട്ടുള്ള ഒരു മൂഡിലായിരിക്കും. അവരെ അത് കഴിഞ്ഞ് മറ്റന്നാൾ ഈ തെരച്ചിൽ നിർത്തുന്ന കാര്യം തീരുമാനമെടുത്തിട്ടില്ല. ഈശ്വർ മൽപ്പയും മറ്റുള്ള ആളുകളെയും തെരച്ചിൽ തുടരാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. കിട്ടി, അത് അങ്ങനെ നേരത്തെ അതൊരു ഇൻഫോം തന്നിരുന്നു. എന്താണെന്നല്ല, ഒന്നവിടെ ഇപ്പൊ അവര് ഈശ്വർ മൽപ്പ വലിയൊരു ആൽമരം അല്ല, ഒരു മരം അതിന് നേരത്തെ കെട്ടി അവിടെ കയറുകൊണ്ട് കെട്ടിയിട്ടാണ് അദ്ദേഹം മുകളിലേക്ക് പൊങ്ങിയത്. അത് വലിച്ചെടുക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പിന്നെ വലിയ സാധനങ്ങളൊന്നും കിട്ടില്ല, ചെറിയ ചെറിയ സാധനങ്ങൾ കിട്ടിയത് മാത്രമാണ് അവര്. അത് വലിയൊരു മരമാണ്, വലിയൊരു മരം. അത് നേരത്തെ ഈശ്വർ മൽപ്പെ കയറ് കെട്ടിയിട്ട് വന്നതാണ്. അതിന് മുകളിലേക്ക് എടുക്കാനുള്ള ശ്രമമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാളെ ഇല്ല, മറ്റന്നാൾ തുടരും. തിങ്കളാഴ്ചയോടുകൂടി ഡ്രഡ്ജിംഗ് മിഷൻ എത്തിയിട്ട് ഈ തെരച്ചിലിന്റെ ഏറ്റവും അവസാനഘട്ട ശ്രമം നടത്തും. തിങ്കളാഴ്ച മുതലായിരിക്കും. തീർച്ചയായിട്ടും. അത് ഏത് രീതിയിലാണ് ഇത് കൊണ്ടുവരാൻ ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത്? കടൽ മാർഗമായിട്ട് കൊണ്ടുവരാൻ. അപ്പോഴും ഒരു ചോദ്യം ഞാൻ ഉന്നയിച്ചു, നിങ്ങൾ അന്ന് പറഞ്ഞതിന് ഇവിടെ കൊങ്കൺ റെയിൽവേയുടെ ബ്രിഡ്ജ് പൊളിച്ചു മാറ്റിയിട്ട് കൊണ്ടുവരാൻ ചോദിച്ചൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ അത് അവര് അതിനനുസരിച്ച് കൊണ്ടുള്ള അതിന്റെ മെഷർമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് എന്തായാലും വരാനുള്ള ടെക്നിക്കലായിട്ടുള്ള തടസ്സങ്ങൾ മുഴുവൻ നീക്കം ചെയ്തതിന് ശേഷമാണ് ഈ എസ്റ്റിമേറ്റും കാര്യം ചർച്ച ചെയ്തും അഡ്വാൻസ് അവർ നൽകിയതും. ഇനി ഒരു തടസ്സമുണ്ടാവില്ല. മൺഡേയോടുകൂടി ഡ്രഡ്ജിംഗ് മിഷൻ 100% എത്തും.
രേണുക, അതാണ് 50 ലക്ഷം രൂപ ജില്ലാ ഭരണകൂടം മുടക്കിയാണ് ഇത്തരത്തിൽ യന്ത്രം കൊണ്ടുവരുന്നത്, ഡ്രഡ്ജിംഗ് മെഷീൻ കൊണ്ടുവരുന്നത്. ഗോവയിൽ നിന്നാണ് ആ യന്ത്രം കൊണ്ടുവരുന്നത്. നമ്മൾ അത് ഉച്ചയ്ക്ക് തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത്തരത്തിൽ ഗോവയിൽ നിന്നുള്ള ഒരു ആശയവിനിമയം നടക്കുന്നുണ്ട് എന്നത്. അത് സംബന്ധിച്ച് യോഗം ചേർന്നാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. അത് ഔദ്യോഗികമായി തന്നെ AKM അഷ്റഫ് പറയുകയുണ്ടായി. അപ്പോഴേക്കും അത് തിങ്കളാഴ്ചയാണ് ഈ യന്ത്രം എത്തിക്കുക. ഏതായാലും നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ മുങ്ങൽ വിദഗ്ധരുടെ സേവനം ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഒരു സംശയം വരുന്നുണ്ട്. ഏതായാലും നാളെ തിരച്ചിൽ ഉണ്ടാകില്ല എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ മറ്റന്നാൾ ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിലുള്ള തിരച്ചിൽ ഈ സമാനമായി ഇന്ന് നടക്കുന്ന രീതിയിൽ തന്നെ തുടരാനാണ് സാധ്യത. ഏതായാലും ഈ രക്ഷാ ദൌത്യം ഇനി നീളും എന്ന ഒരു സൂചനയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇനി തിങ്കളാഴ്ച ഈ യന്ത്രം എത്തി അതിന്റെ മറ്റ് കാര്യങ്ങളൊക്കെ വശത്താക്കി തെരച്ചിൽ തുടരണം. AKM ചൂണ്ടിക്കാട്ടിയതുപോലെ നിരവധി മരങ്ങൾ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഈ പുഴയുടെ അടിയിലുണ്ട്. നമുക്ക് ഏതായാലും ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. നേരത്തെ AKM അഷ്റഫ് പറഞ്ഞ ഇപ്പോൾ ആ കടയിൽ നിന്നും കണ്ടെത്തിയ മരം അത് കരയിലേക്ക് വലിച്ച് കൊണ്ടുവരുന്ന ആ ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും ഈ പുഴയുടെ അടിയിൽ വലിയ തോതിൽ മണ്ണ് ഉറച്ച രീതിയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ മുങ്ങൽ വിദഗ്ധർക്ക് ഈ അവരുടെ തെരച്ചിൽ ദുഷ്കരമാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടതും. എന്തായാലും ഇനിയും നീളും തെരച്ചിൽ എന്ന സൂചനയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. തിങ്കളാഴ്ച ഈ യന്ത്രം എത്തിച്ച് അത് തിങ്കളാഴ്ച എത്തിക്കാമെന്നാണ് പറയുന്നത്. അന്ന് എത്തിക്കാൻ പറ്റുമോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം അത് നമുക്ക് അന്ന് തന്നെ കണ്ട് മാത്രമേ അറിയാൻ പറ്റൂ. പല കാര്യങ്ങളിലും കൃത്യം പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ല നടന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം. അതുകൊണ്ട് തന്നെ നീണ്ടുപോയേക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഏതായാലും നിലവിൽ മുങ്ങൽ വിദഗ്ധർ ഉപയോഗിച്ചുള്ള ഈ തെരച്ചിലിൽ അത്രത്തോളം പ്രതീക്ഷയല്ല നമുക്ക് ഇപ്പോൾ ഈ AKMന്റെ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുന്നത്. അത്രത്തോളം നല്ലൊരു വാർത്തയല്ല. ഏതായാലും ഇപ്പോഴും ആ തിരച്ചിൽ തുടരുന്നുണ്ട്. മുങ്ങൽ വിദഗ്ധർ മൽപ്പ തന്റെ പരമാവധി, അതായത് ജീവൻ പണയം വെച്ചാണ് അദ്ദേഹം അത്തരത്തിലുള്ള ഈ തെരച്ചിൽ നടത്തുന്നത്. ആ ദൃശ്യങ്ങൾ കാണാം. NDRFന്റെ സംഘമുണ്ട്, നേവിയുണ്ട്, ഒപ്പം ഫയർഫോഴ്സ് സംഘമുണ്ട്, മൽപ്പയുടെ സംഘവുമുണ്ട്. ഇത്തരത്തിലുള്ള തെരച്ചിലാണ് ഇപ്പോൾ ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ആ മൺകൂനയ്ക്ക് സമീപം നേരത്തെ ലക്ഷ്മണന്റെ ചായക്കട ഉണ്ടായിരുന്നു. അതിന് തൊട്ട് പിറകിലായ സ്ഥലത്താണ് ഇപ്പോൾ ഈ തെരച്ചിൽ നടക്കുന്നത്. രേണുക, ചില ലോഹഭാഗങ്ങൾ കണ്ടെത്തി, അർജുന്റെ വണ്ടിയുടേത് തന്നെയെന്ന് കരുതുന്ന ചില ഭാഗങ്ങൾ, കയറ് തുടങ്ങിയവ കണ്ടെത്തി എന്ന് പറയുമ്പോൾ പോലും വരും ദിവസങ്ങളിൽ തെരച്ചിൽ നടക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇനി ഡ്രഡ്ജർ എത്തിച്ചതിന് ശേഷമായിരിക്കും പൂർണ്ണ തോതിൽ തെരച്ചിൽ നടക്കുക. പ്രതീക്ഷ നൽകുന്ന തീരുമാനങ്ങൾ ഇന്ന് MLAയുടെയൊക്കെ സാന്നിധ്യത്തിലുള്ള യോഗത്തിൽ എടുത്തിരിക്കുന്ന ഡ്രഡ്ജർ എത്തിക്കാനുള്ള തീരുമാനമാണ്. അതിന് വരുന്ന 50 ലക്ഷത്തോളം രൂപയുടെ ചെലവുണ്ട്. അത് ജില്ലാ ഭരണകൂടം വഹിക്കാനും തീരുമാനമെടുത്തിരിക്കുന്നു. എന്തായാലും ഡ്രഡ്ജർ എത്തിച്ച ശേഷമായിരിക്കും കൂടുതൽ തെരച്ചിൽ സാധ്യമാവുക. പക്ഷേ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ തെരച്ചിൽ തുടരാനുള്ള ഒരു സാധ്യതയും അവിടെ കാണുന്നുണ്ട്. പക്ഷേ അതിൽ ഉറപ്പൊന്നും ഇതുവരെ അധികാരികൾ നൽകുന്നുമില്ല. എന്തായാലും ഇപ്പോൾ അവിടെ തെരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈശ്വർ മാൽപ്പയും സംഘവും ഒപ്പം മറ്റ് സേനാ വിഭാഗങ്ങളും ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. വലിയ ഒരു മരം അവിടെ കണ്ടെത്തിയത് കരയിലേക്ക് അടുപ്പിക്കാനുള്ള ശ്രമമാണ് അവിടെ നടക്കുന്നത്.